രണ്ടാമത് പറയുന്നു വൽ ബദരി ഫീ ശറഫിൻ, മഹത്വത്തിന്റെ കാര്യത്തിൽ അവിടുന്ന് ബദർ പോലെയാണ്, 14-ാം രാവിലെ ചന്ദ്രനെ പോലെയാണ്. എന്തൊരു ഉന്നതിയാണ് അല്ലാഹു കൊടുത്തത്, എന്തൊരു ബഹുമാനമാണ് പടച്ച തമ്പുരാൻ കൊടുത്തത്. സാധാരണ പ്രഭാഷകന്മാരൊക്കെ പറയും, പരിശുദ്ധ ഖുർആനിൽ ഒരു സ്ഥലത്ത് പോലും ആമിന ബീവിയുടെ മുത്തുമോനെ യാ മുഹമ്മദു സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു പരാമർശം കാണാൻ സാധ്യമല്ല. അതൊരു ചെറിയ കാര്യമൊന്നുമല്ല. പരിശുദ്ധ ഖുർആനിൽ മറ്റു നബിമാരെയൊക്കെ വിളിച്ചതിന് ഉദാഹരണം നമ്മൾക്ക് കാണാൻ കഴിയും. ഞാൻ ഒറ്റ വാക്കിലൊന്ന് വായിക്കാം. മഹാനായ അബുൽ ബശർ ആദം അലൈഹിസ്സലാം വലിയ മഹാനല്ലേ? അള്ളാഹുവിന് അള്ളാഹു ഉടമയും പ്രവാചകർ അടിമയുമാണ്. അള്ളാഹുവിന് എന്തും വിളിക്കാം പ്രവാചകരെ. പക്ഷേ എന്തേ വിളിച്ചില്ല? ആദം അലൈഹിസ്സലാമിനെ അഭിസംബോധന ചെയ്യേണ്ടി വന്നപ്പോൾ എങ്ങനെ അഭിസംബോധന ചെയ്തത്? മുത്തഅല്ലിമീങ്ങളെ പരിശോധിക്കാൻ വേണ്ടി ഞാൻ പറയാം. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയുടെ 35 വഖുൽനാ യാ ആദമു ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന. എങ്ങനെ നമ്മൾ വിളിച്ചു? അല്ലാഹ് പറയാണ് നമ്മൾ വിളിച്ചു. എന്തേ വിളിച്ചത്? യാ ആദമു, ഏ ആദമേ അലൈഹിസ്സലാം, അങ്ങനെ വിളിച്ചത്. ഒറ്റ വാക്കിൽ പെട്ടെന്ന് പറയും. ഇനി നോക്കൂ നിങ്ങൾ, ഈ ഭൂമി ലോകത്ത് വെച്ചുകൊണ്ട് അള്ളാഹുവുമായി നേരിട്ട് സംസാരിച്ച ഒരേ ഒരാളെ ഉള്ളൂ. അത് മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമാണ്. നമ്മുടെ നേതാവ് സംസാരിച്ചിട്ടുണ്ട്, അത് വാനലോകത്ത് വെച്ചുകൊണ്ടാണ്. മൂസ നബി അലൈഹിസ്സലാമിനെ എങ്ങനെ അഭിസംബോധന ചെയ്തത്? വലിയ മഹാനാണല്ലോ. സൂറത്തുൻ നംലിന്റെ 10-ാമത്തെ ആയത്തോതി നോക്കൂ. യാ മൂസാ ലാ തഖഫ് ഇന്നി ലാ യഖാഫു ലദയ്യൽ മുർസലൂൻ. യാ മൂസാ, ഹേ മൂസാ എന്നാ വിളിച്ചത് അലൈഹിസ്സലാം. ഇനി നോക്കൂ നിങ്ങൾ, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, മഹാത്ഭുതമല്ലേ ഇബ്രാഹിം നബി അലൈഹിസ്സലാം? പറഞ്ഞാൽ തീരാത്ത അത്ഭുതമല്ലേ? ആ മഹാനുഭാവൻ തന്റെ കുഞ്ഞിനെ കൊണ്ടുപോയി ഒരിടത്ത് കിടത്തിയിട്ട് കഴുത്തിൽ കത്തി വെക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അല്ലാഹ് പറയാണ്, ഒന്ന് പോയിട്ട് വിളിക്ക്, എന്റെ ഇബ്രാഹിമിനെ വിളിക്ക്. എന്തേ വിളിച്ചത്? യാ ഖലീലല്ലാഹ്. അങ്ങനെ അല്ലല്ലോ വിളിച്ചത്. സൂറത്തു സ്വാഫാത്തിന്റെ ആയത്ത് നമ്പർ 103 വനഹദൈനാഹു അയ്യാ ഇബ്രാഹിം ഖദ് സദ്ദഖ്തർ റുയാ. എങ്ങനെ വിളിച്ചത്? യാ ഇബ്രാഹിം, ഇബ്രാഹിമേ എന്നാ വിളിച്ചിട്ടുള്ളത് അലൈഹിസ്സലാം.